പുലിപ്പല്ല് കൈവശം വെച്ചതിന് റാപ്പർ വേടനെ വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ വിട്ടു. പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയാണ് വേടനെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടത്. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നു. ശ്യാം, വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ പുലിപ്പല്ല് കേസാണ് വേടനെ കുരുക്കാവുന്നത്. എന്താണ് കോടതി പറഞ്ഞത്? ഒപ്പം തന്നെ ഇനിയുള്ള വനംവകുപ്പിന്റെ നീക്കങ്ങൾ അതെന്താണ്? പ്രജിൻ, നിലവിൽ പെരുമ്പാവൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 വേടനെ 2 ദിവസത്തെ വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഇന്ന് തന്നെ വേടനെ കസ്റ്റഡിയിൽ വാങ്ങി ഇന്നലെ കഞ്ചാവ് പിടികൂടിയ ഫ്ളാറ്റിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് വനംവകുപ്പിന്റെ ആദ്യ നീക്കം. തുടർന്ന് നാളെ വേടനെ വീണ്ടും തൃശ്ശൂർ വിയ്യൂരിലുള്ള ജുവലറിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഈ ജുവലറിയിലാണ് ഈ പുലിപ്പല്ല് കൊടുത്ത് സ്വർണം കെട്ടിച്ച് മാലയാക്കി കഴുത്തിലിട്ടത് എന്ന് വേടൻ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരോട് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് നാളത്തെ തെളിവെടുപ്പ് നടത്തുക. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിനാണ് നിലവിൽ വനംവകുപ്പ് ഒരുങ്ങുന്നത്. 2 ദിവസവും വേടനെ കൃത്യമായി ചോദ്യം ചെയ്യുകയും തെളിവെടുപ്പ് നടത്തി പ്രാഥമിക തെളിവുകൾ ശേഖരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആദ്യ ലക്ഷ്യം. തുടർന്ന് വീണ്ടും കോടതിയിൽ വേടനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനും നീക്കം നടക്കുന്നുണ്ട്. തമിഴ്നാട്ടിലടക്കം കേസിന്റെ അന്വേഷണം നടക്കേണ്ട സാഹചര്യത്തിലാണ് ഈ പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക. മെയ് 2-ന് വേടന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. പക്ഷേ കസ്റ്റഡിയിൽ വിടാനാണ് കോടതി തീരുമാനിക്കുകയും ചെയ്തത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾക്കാണ് വനംവകുപ്പ് ആദ്യഘട്ടത്തിൽ തന്നെ ഉത്തരം കണ്ടെത്തേണ്ടത്. ശരി, എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.